ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ എന്നെ പലർക്കും അറിയാം, ഒരുപാട് പേർക്ക് അറിയില്ലെങ്കിലും കുറച്ച് പേർക്കൊക്കെ അറിയാം. ഞാൻ നേരത്തെ ഹെയർ പാക്ക് വീഡിയോസും അതുപോലെ തന്നെ എന്താ പറയുക ബ്യൂട്ടി ടിപ്സും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് നാളായി കുറച്ച് ബ്രേക്ക് എടുത്തേക്കാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു സെക്കൻഡ് ബേബി കൂടി വന്നു. അപ്പോൾ കുറച്ച് നാളൊന്ന് ഫോൺ അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം ഞാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാണ് കേട്ടോ. അപ്പോൾ എന്നെ അറിയാമെന്നുള്ള മിക്കുള്ളവർക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ഹെയർ. അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ നേരത്തെ ഹെയർ പാക്ക് ഒക്കെ ചെയ്യുകയും ഹെയറിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹെയർ കിടക്കുന്ന പോലെ നിങ്ങൾ കണ്ടോ. ഇപ്പം ഞാൻ ഹെയർ കട്ടൊക്കെ ചെയ്തു. അതായത് ഡെലിവറിക്ക് ശേഷം ഹെയറിന് നല്ല ലെന്ത് ഉണ്ടായിരുന്നു, പക്ഷേ എന്താ പറയുക, ഒട്ടും കട്ടി ഉണ്ടായിരുന്നില്ല. അതായത് താഴേക്ക് നമ്മുടെ എല്ലാവരുടെയും പൊതുവിലെ പ്രശ്നമാണ്, നല്ല ഹെയർ ഉണ്ടാവും, അത്യാവശ്യം ഗ്രോത്ത് ഈ ഭാഗങ്ങളിലെ ഗ്രോത്ത് ഉണ്ടാവും, പക്ഷേ താഴേക്ക് പോകും തോറും ഗ്രോത്ത് കുറഞ്ഞു വരും. അപ്പോൾ ആ സെയിം ഇഷ്യൂ തന്നെയായിരുന്നു എനിക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം. ഇപ്പോൾ ഒരുമാതിരി കൂത്തിവാല് കണക്ക് മുടി, അങ്ങനെ പറയുന്നതായിരിക്കും ശരി, കൂത്തിവാല് കണക്കായി ഹെയർ വന്നിട്ട് നല്ല അങ്ങനെ ആയി. പിന്നെ പോരാത്തതിന് ഡ്രാൻഡ്രഫും ഫുള്ള്, കാരണം ഹെയർ നോക്കാനുള്ള ടൈമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഹെയർ പന്നലായി. പിന്നെ അതിനിടയ്ക്ക് നമ്മുടെ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ ഓരോ വീഡിയോസ് കാണുമ്പം ഓരോ ഹെയർ കട്ടും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്കും തോന്നി ഒന്ന് ഹെയർ കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ സംഭവം ഞാൻ പോയി എൻ്റെ ഹെയർ കട്ട് ചെയ്തു. അപ്പം ഹെയർ വെറുതെ കട്ട് ചെയ്തില്ല, ഫുള്ള് സ്റ്റെപ്പ് കട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇപ്പം എൻ്റെ ഹെയറിൻ്റെ ഇത്. പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, കുറച്ചുകൂടി ഷോർട്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ലെന്ത് വന്നെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഹെയറിൻ്റെ അവസ്ഥ. അപ്പോൾ എന്താ പറയുക, ഇനി നമുക്ക് ഹെയർ പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ഹെയറിൻ്റെ ലെന്ത് പഴയ പോലെ ആക്കിയെടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം പൊതുവിലെല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ഹെയറിൽ നമ്മൾ സ്റ്റെപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ പിന്നെ വളരാൻ പാടാണ് എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് പരീക്ഷിച്ചിട്ട് എൻ്റെ ബാക്കി കാര്യം അല്ലേ. അപ്പോൾ ഹെയർ വളരോ ഇല്ലേ എന്നുള്ളത് ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള രീതിക്ക് ചെയ്യാമെന്ന് ഞാൻ കരുതി. അപ്പോൾ